ബഷീർ ആൻഡ് ഫാമിലി. അപ്പോൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും കുറേ വീഡിയോസൊക്കെ കണ്ടു കാണും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ബഷീർ ആൻഡ് ഫാമിലി റിലേറ്റഡ് ആയിട്ട് സെപ്പറേറ്റഡ് ആണോ, അവർ തമ്മിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറേ തമ്മിലും വീഡിയോസും ഞാൻ കണ്ടു. ബൈ ദ വേ, നമ്മുടെ മനോരമ ന്യൂസിലടക്കം വന്നിട്ടുണ്ട്. 2 ഭാര്യമാർ ഇനിയും ബഷീറുടെ അടിമയായി ജീവിക്കണോ സുഹാനയോട് ചോദ്യം. സുഹാന ഈ ചോദ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ടാവും. ബഷീറും സുഹാനയും മഷൂറൊക്കെ ഈ ചോദ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ടാവും. ബിക്കോസ് അവരുടെ ഒരു ഫാമിലി സെറ്റപ്പ് ഒരു യൂഷ്വൽ ഫാമിലി സെറ്റപ്പ് അല്ല. ഓക്കെ, ഒരാൾക്ക് 2 ഭാര്യമാർ, അവരത് ഫാമിലിയായിട്ട് മുന്നോട്ട് പോകുന്നു. 2 ഭാര്യയിലും വ്യക്തിക്ക് മക്കളുണ്ട്. ബട്ട് കംപ്ലയിൻസ് ഒന്നും എവിടെയും പറഞ്ഞ് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ഓക്കെ, ബട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സിസ്റ്റം വെച്ച് നോക്കുന്ന സമയത്ത് ലീഗലി ആണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു സെറ്റപ്പ്, ഒരാൾക്കൊരു ഭാര്യ എന്നുള്ളതാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. ബട്ട് സ്റ്റിൽ അവരത് ഓപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അവർക്ക് പ്രശ്നമില്ല. എൻഡ് ഓഫ് ദ ഡേ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സീനാവും. എന്താണെങ്കിലും ഈ വിഷയം പുതിയതല്ല. കുറച്ചധികം കാലമായിട്ട് ആദ്യ ഭാര്യ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പം ഇപ്പം എന്താ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ നോക്കുമ്പോൾ തമ്നെയിലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കലങ്ങിയ കണ്ണുമായി സുഹാനയും മകളും ലൈവിൽ, സഹിക്കാനാവുന്നില്ല. ഓഹോ, സുഹാനയെ ഒഴിവാക്കി മഷൂറയ്ക്കൊപ്പം ബാങ്കോക്കിൽ, സങ്കടത്തോടെ സുഹാനയുടെ ലൈവ്. സുഹാനയെ ഒഴിവാക്കി ബഷീർ എങ്ങനെ കഴിഞ്ഞവരാണ്. അപ്പം ഇങ്ങനെയാണ് തമ്നെയിൽസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ കോർ കാര്യം ഞാൻ പറഞ്ഞുതരാം. വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ, ഒരു മിനി വ്ളോഗ് അപ്ലോഡ് ചെയ്തു സുഹാന ബഷീർ. ഒരു മാസം മുമ്പാണ്. മോം ലൈഫ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടാണ്. സിമ്പിൾ ഡേ വിത്ത് മൈ ലിറ്റിൽ വൺസ്. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ട് മിനി വ്ളോഗ് അപ്ലോഡ് ചെയ്തു. ആ മിനി വ്ളോഗിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വിഷയമായിട്ടുള്ളത്. അതായത് ബഷീർ മഷൂറയും കൂടി ബാങ്കോക്കിലേക്ക് അവരൊരു ട്രിപ്പ് പോയി. ഓക്കെ, ആ ട്രിപ്പ് പോയപ്പോൾ ഇവർ ഒറ്റയ്ക്ക് വീട്ടിലിരുന്നപ്പോൾ ഇട്ട വീഡിയോ, അതിലിവർ ഇരുന്ന് സംസാരിച്ച സമയത്ത് ആ ട്രിപ്പിനെ കുറിച്ചും ഇവരുടെ പോക്കിനെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ആളുകൾ കമൻറ്റ് ബോക്സിൽ ഇത് ഓഡിറ്റ് ചെയ്തതും. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ നിനക്കിത് വേണോ, നിനക്കിതിൻ്റെ ആവശ്യമുണ്ടോ, നീ എന്തിനാ ഇനി അവിടെയും ജീവിക്കണേന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ആ വ്ളോഗിൽ പറഞ്ഞ കാര്യം നമുക്ക് ആദ്യം തന്നെ ഒന്ന് കേട്ടോക്കാം. ഉണ്ടല്ലോ, എക്സസൈസ് ചെയ്യണ ബെഞ്ചിൻ്റെ മുഖത്താണ് കയറിയിരിക്കണത്. അത് ഞാൻ വർക്കൗട്ട് ചെയ്യണ ട്രെഡ്മില്ല്. ഞാൻ ആകെ ഇവിടെ വർക്കൗട്ട് ചെയ്യണത് ആ ത്രെഡ്മില്ലിൽ മാത്രമാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വയ്യ, എനിക്ക് എനർജി ഇല്ല. ഇപ്പം കുറച്ച് എനർജിയൊക്കെ എടുത്തിട്ട് വേണം പതിയെ കാർഡിയൊക്കെ തുടങ്ങി കുറച്ച് വർക്കൗട്ട്സൊക്കെ ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് അത്ര ശക്തി ആവട്ടെ പെട്ടെന്ന്. ഹെൽത്തി സ്റ്റൈലിൽ നിന്ന് ഹെൽത്തിലോട്ട് തന്നെ വരണം പഴയതുപോലെ. പക്ഷേ ക്രേവിങ്സ് അതാണ് പിടിച്ചു വെക്കാൻ പറ്റാതെ. അല്ല, കുഴപ്പമില്ല. ഈ 2 ദിവസം മറ്റേ മൂന്നാർ കൊടൈക്കനാലൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് അതൊന്ന് കൈവിട്ട് പോയത്. കുഴപ്പമില്ല, ഞാൻ പിടിച്ചെടുക്കും. കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ഇത്ര നേരം കേൾക്കണ്ടോ, ഇതെന്താണ് സുഹാന മാത്രമേ ഉള്ളല്ലാന്നല്ലേ? യെസ്, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഒരു സർപ്രൈസ് എന്ന് പറയണോ, എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ. ഇപ്പം മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല. മഷു വീഡിയോ എടുക്കണുണ്ട്, എന്തായാലും പോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ ചിലപ്പോൾ മഷുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇടുന്നതെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ അറിയണമായിരിക്കും. മഷുവും ബഷിയും എബ്രവും ബാങ്കോക്കിലാണ് ഗൈസ്. എല്ലാം പെട്ടെന്ന് സഡൻ പ്ലാനായിരുന്നു. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ആഗ്രഹമൊക്കെ വന്ന്, എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ. അപ്പോൾ മഷുവിൻ്റെ ഓൺ ബ്രാൻഡിൽ, മഷു ഇട്ട പേരിൽ ഓൺലൈൻ സ്റ്റോർ വരികയാണ്. ഇതാണ് സംഗതികളുടെ തുടക്കം വരുന്നത്. ഇവിടെ കമൻറ്റ് ബോക്സിന് അല്ലെങ്കിൽ വ്യൂവർഷിപ്പിന് ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഹസ്തരേഖാശാസ്ത്രം, മുഖലക്ഷണമൊക്കെ കണ്ട് കാര്യം പറയാനും പിടികിട്ടുന്നത് കൊണ്ടൊക്കെ അവർ കമൻറ്റ് ബോക്സിൽ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് അവർ ബാങ്കോക്ക് പോയി ഒരു എന്തോ ബിസിനസ് തുടങ്ങാൻ, ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോയി എന്നുള്ളതായ ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുള്ളൂ സുഹാന. ആൻഡ് അവരുടെ വ്ളോഗിലൊക്കെ പോയി നോക്കിയാലും കാണാം അവർ ബാങ്കോക്കിലാണ് ആ ടൈമിൽ. ഓക്കെ, ബട്ട് അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ, പക്ഷേ ഇവരുടെ ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്ത കൂട്ടത്തിൽ ഈ സംഗതിയാണ് പറയുകയും ചെയ്തു. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നു. പിന്നെ അവർ ലൈഫിൽ ഡേ ടു ഡേ നടക്കുന്ന കാര്യങ്ങളുടെ ചെറിയൊരു ഓഡിറ്റ് നിങ്ങൾക്ക് തരുന്നു. പിന്നെ അവരത് പ്രസൻറ്റ് ചെയ്ത രീതിയായിരിക്കാം കുറച്ച് വലിച്ചു നീട്ടിയിട്ടാണ് അവർ സംസാരിച്ചത്. പക്ഷേ എല്ലാം മാറിപ്പോയല്ലോ ഈ പറഞ്ഞ സുഹാന. അപ്പോൾ അതുകൊണ്ട് ആളുകളാണ് ഉറപ്പിച്ച് കുറച്ചുകൂടി തുള്ളിക്കളിച്ച് ചാടിക്കളിച്ച് പറയണോ ഇനി
ഇങ്ങനെ പാടില്ല. അവർക്ക് ഇതിലൊരു വിഷമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നി പറഞ്ഞില്ലേ ജിത്തു ഭായി? അങ്ങനെയാണ് എനിക്ക് തോന്നി. സ്നേഹിക്കോ? ഫാമിലിയെ സന്തോഷത്തിലാണ്. അവരും ഇപ്പൊ ഈ പറഞ്ഞ ഒരു ബിസിനസ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് അവര് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഓപ്റ്റ് ചെയ്തിട്ട് അവര് പോവാതിരുന്നായിരിക്കാം. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് പോവുമല്ലോ. പോകൂല, അവർ എത്രയോ സ്ഥലത്ത് പോകുന്നതാണ്. പിന്നെ എന്താണെങ്കിലും കമന്റ് ബോക്സ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. വേൾഡ് ടൂർ അവൾക്ക് നീ ഇവിടെ ഇരിക്കി, അല്ലാതെ എന്ത് പറയും? മഷൂറ അവള് മിടുക്കിയ, അവൾക്ക് നിങ്ങളെയൊക്കെ എടുത്തു കളഞ്ഞ് അവൾ മൊത്തത്തിൽ തട്ടിയെടുക്കും. അവൾ നിന്റെ ജീവിതം തട്ടിയെടുത്ത പോലെ. സുഹാന, ഞാനും ഒരു ഉമ്മയാണ്, എനിക്കും നിന്റെ പ്രയാസം നന്നായി മനസ്സിലാകും, അതുകൊണ്ട് പറഞ്ഞു പോയതാ. മഷൂറയെ എനിക്ക് ഇഷ്ടമേ അല്ല ആ പെണ്ണിനെ, ഒരു കുടുംബം കലക്കി കയറിയവളാ അവര്. ശരി, ഇതിപ്പോ ഇവർ ഈ കമന്റ്, ഇത് കുറെ കമന്റ്സ് ഉണ്ട് കേട്ടോ. ഇവർ ഈ കമന്റിൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മറ്റേ മഷൂറ മാത്രമാണ് ഒരു അല്ലേ, ഇത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ ആൻഡ് ഇവർ സമ്മതിച്ചുകൊണ്ടല്ലേ അവരുടെ ജീവിതത്തിലേക്ക് ബഷീർ മഷൂറിനെ കൊണ്ടുവന്നേ. പിന്നെ ഇവരുടെ ഫാമിലി ഒക്കെ സമ്മതിച്ചിട്ടുണ്ട്. നാട്ടുകാരായ ആളുകൾക്ക് മാത്രമാണ് ഇത്രയും വലിയ കുഴപ്പമൊന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ അവർ ഹാപ്പിയാണോ, അവരുടെ ഫാമിലി ഹാപ്പിയാണോ, അവരെവിടെയും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെന്താ പ്രശ്നം? പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഓക്കെയാണ്, വ്യൂവേഴ്സിന് ഒരാളുകളുടെ ഇപ്പോൾ വ്യൂവർഷിപ്പ് അങ്ങനെയാണല്ലോ. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞ പോലെ സീരിയൽ കോണ്ടന്റ് കണ്ടുവന്ന ആളുകൾക്ക് റിയൽ റിയാലിറ്റി കാണുന്ന സമയത്ത് അതിൽ നിന്നൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാക്കുന്ന പെർസ്പെക്റ്റീവ്സ് ആണ്. ആ ഫ്രെയിം തന്നെ നിങ്ങൾ നോക്ക്. മഷൂറിയില്ല, ബഷീർ സുഹാന ഒറ്റയ്ക്ക്, സിംഗിൾ പാരന്റ് ഒറ്റയ്ക്ക്, ഭർത്താവ് രണ്ടാമത്തെ ഭാര്യയുടെ കൂടെ കറങ്ങാൻ പോയപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ആദ്യ ഭാര്യ. ആ ഒരു പെർസ്പെക്റ്റീവിലൊക്കെ ആ സാധനം കാണാൻ പോയാൽ അങ്ങനെ തന്നെ തോന്നാതിരിക്കൊന്നുമില്ല. ഇനി ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം ഞാൻ കണ്ടു, മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വന്തം ഫാമിലിയുടെ കാര്യം നോക്കാൻ മറക്കരുത്. എനിക്ക് അങ്ങനെ ഒരു ഇനി രസമുണ്ട്. ഈ ഒരു വീഡിയോ ഇപ്പൊ കുത്തിപ്പൊങ്ങി വരാൻ കാരണം കെട്ടുമ്പോ കിടക്കണ അപ്പാപ്പനൊക്കെ ഉണ്ടാവും, അത് നോക്കാതെ ചിലപ്പോൾ ഇവിടെ നിന്ന് കരയണത്. അല്ല, ഇതില് ഈ ഒരു ആസ്പെക്ട് വരാനുള്ള ഒരു കാര്യം പറയട്ടെ. ഒരു ചാനലിൽ വന്ന വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ഒരു കട്ട് ചെയ്തെടുത്തൊരു 1 മിനിറ്റിന്റെ വീഡിയോ ആണ്. അതിന്റെ സൈഡിൽ എഴുതി പിടിപ്പിച്ച കാര്യവും ഈ വീഡിയോയും കൂടി കൊളാബ് ചെയ്തപ്പോഴാണ് ഇപ്പൊ ഒരു കോണ്ടന്റ് ആയത് എല്ലാവർക്കും. സുഹാന എന്താ അണ്ടി പോയ അണ്ണാനെ പോലെ, ഞാൻ മാത്രം എല്ലാം അനുഭവിക്കാനുള്ളൂ, എന്നെയും പിള്ളേരെയും തനിച്ചാക്കി പക്ഷി ഓളെയും കൂട്ടി ടൂറിന് പോയി. എല്ലാ ദേഷ്യങ്ങളും കൂടി കടിച്ചമർത്തി ഞാനും പിള്ളേരും ഇങ്ങനെ ഉണ്ടായി കഴിയുകയാണ്. രണ്ടാനം പ്രായി കഴിയാം. അവരെ ഒടുക്കത്തെ ഒരു ടൂർ ഒരിക്കലും കഴിയില്ല ഗൈസ്. എന്ത് ചെയ്യാൻ, സഹിക്കുക തന്നെ. ഞങ്ങളുണ്ടെങ്കിൽ അവരുടെ പ്രൈവസി ബാധിക്കും, അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത്. എന്നെ ഓർത്ത് ആരും വിഷമിക്കേണ്ട. ഈ ഗതി ഒരു പെണ്ണിന് വരുത്തരുത് എന്ന ആത്മാർത്ഥതയോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എപ്പടി ഇരിക്കുന്നത്? അതായത് ഇവര് ചിന്തിക്കാത്തൊരു പെർസ്പെക്റ്റീവ്, അവര് പറയാത്തൊരു പെർസ്പെക്റ്റീവ് ഒരു വീഡിയോന്റെ സൈഡിൽ വെറുതെ ചെറിയ ഇതുണ്ടാവുമല്ലോ, എന്താണ് മാസികകളോ വാരികകളൊക്കെ, അതിലൊക്കെ കഥ എഴുതുന്ന ആൾക്കാർ എഴുതുന്ന പോലെയാണ് പരിപാടികൾ പറയുന്നത്. ഇനി ഇവരെ ഈ എൻറ്റയർ വ്ളോഗിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും നെഗ് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാട്ടോ. ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാനാണ് മഷുവിൻ്റെ. അപ്പോൾ അതിൻ്റെ 1ാം പടി എന്നുള്ളതിലാണ് ബാങ്കോക്കിൽ പർച്ചേസ് ചെയ്യാൻ പോയേക്കണം. ബാങ്കോക്ക് മാത്രമല്ല, ഇൻഷാല്ലാ ചൈന, ടർക്കി അങ്ങനെ എല്ലായിടത്തും പോയി നമ്മൾ ഒന്ന് കണ്ട് എല്ലാം ഒന്ന് അറിഞ്ഞ് പർച്ചേസ് ചെയ്ത് അങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിലാണ് ഇപ്പോൾ പോയേക്കണത്. അപ്പോൾ ഇപ്പോൾ എല്ലാം സഡൻ പ്ലാനായിരുന്നു. ഇപ്പം മൺഡേ പ്ലാൻ ചെയ്യാനാണെങ്കിൽ ഉച്ചക്ക് തന്നെ രാത്രിത്തേക്ക് വിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ അവർ ഇന്നലെ രാത്രി ഫ്ലൈറ്റ് കയറി. സഡൻ പ്ലാനിൽ പെട്ടെന്നോട്ടൊന്ന് കയറി. അങ്ങനെ എന്താ പറയണ്ട, അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് കൺഫ്യൂഷനാണ് ഏതൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരങ്ങനെ കയറി. അൽഹംദുലില്ലാ അവർ രാവിലെ, ഇന്ന് ട്യൂസ്ഡേ ആണ്, രാവിലെ എത്തി, സേഫായിട്ട് എത്തി. കുഴപ്പമൊന്നുമില്ല. എബ്രു ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവനിപ്പോൾ വലുതായതിന് ശേഷം കുറച്ച് അറിവ് വന്നതിന് ശേഷം പോണതാണ് പുറത്തോട്ട്. കുഴപ്പമൊന്നുമില്ല. അവൻ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഫ്ലൈറ്റിൽ എല്ലാവരുടെ മേത്തൊക്കെ കയറുന്നുണ്ടായിരുന്നു.
അവിടുന്ന് അവർ ഉറങ്ങി എഴുന്നേറ്റ് അവിടെ ഇവിടെ എന്തോ 10 സംതിങ് ആയപ്പോൾ അവിടെ 11:30 12 10:30 കഴിഞ്ഞെന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ അവർ ഉറങ്ങി എഴുന്നേറ്റുള്ളൂ. അവിടെ എത്തി ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷായി ഉറങ്ങി എഴുന്നേറ്റ് സെറ്റായിട്ട് ഇപ്പോൾ പുറത്തോട്ട് പോകാൻ നിൽക്കണമായിരുന്നു പർച്ചേസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. അപ്പോൾ ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് മഷുവിൻ്റെ ഓൺലൈൻ സ്റ്റോർ, ഡ്രസ്സ് ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാൻ പോണെയാണ്. എല്ലാവരും ദുആക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത് തന്നെ. അപ്പോൾ അവർ ഇല്ലെന്ന് പറഞ്ഞാണ് ഇത്രയും നീട്ടി ഞാൻ സംസാരിച്ചത്. അവരില്ല. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം കഴിഞ്ഞ് ഏകദേശം. ചോറിന് ഞാൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ കറി നിങ്ങൾ മഷൂൻ്റെ എൻ്റെ ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ചിക്കൻ ഞാൻ വെള്ളത്തിലിട്ടേക്കണേ ഫ്രീസറിലായിരുന്നു. അതായത് ഇവർ പറഞ്ഞതിൽ നിന്ന് ചിലപ്പോൾ തോന്നിയതായിരിക്കും ആളുകൾക്ക്. കാരണം അവർ പറഞ്ഞ സമയത്ത് എന്തോ മറന്നുപോയി എന്ന് പറയുന്നു. പിന്നെ അവരുടെ ആ ഒരു ഫ്ലോയില് എവിടെയോ ഒരു ഫ്ലോ കട്ടായ പോലത്തെ സംസാരത്തിന്റെയും കൂടിയാണ് ഈ പറഞ്ഞ പോലെ കുറെ കാലം സംസാരവും. പിന്നെ ഇപ്പൊ പറഞ്ഞത് അവര് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്തത് കട്ട് ചെയ്തിട്ട് ഒരിടയ്ക്ക് ഇപ്പൊ രണ്ടാമത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫ്ലോ പോയി. അതായിരിക്കും അതിന്റെ പ്രശ്നമായിരിക്കും. കേൾക്കുമ്പോൾ ആളുകളെയും പറയാൻ പറ്റില്ല. ആൾക്കാർക്ക് കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവര് സംസാരം കറക്റ്റ് ആവാത്തെന്ന് തോന്നുന്നതായിരിക്കും. അത് മാത്രല്ല, പക്ഷെ ഇവർ ഈ വീഡിയോനകത്ത് കറക്റ്റ് പറയുന്നുണ്ട്. ഇവരെ ഫോൺ വിളിച്ചിട്ടുണ്ട്, അവരെന്തൊക്കെ ചെയ്യുന്നു, അവരിപ്പോ എന്താണ് ഷോപ്പിങ്ങിന് ഇറങ്ങി, എല്ലാ ഡീറ്റെയിൽസും തനിച്ചിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ബോറടി ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ തനിച്ചിങ്ങനെ ചെയ്യല്ലേ. ഒന്നാമത് ഇവര് ഫാമിലി വ്ളോഗ് കാര്യമായിട്ട് എല്ലാവരും ഒരു ഉത്സവം പോലെ ചെയ്തു പോണ ടീംസാണ്. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഒറ്റയ്ക്ക് അവരൊരു ദിവസം ഒരു വീട്ടിലെ വ്ളോഗ് കാണിക്കുമ്പോൾ അവർക്കൊരു അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലോ കുറവുണ്ട്. പിന്നെ മാത്രല്ല ഒരുമിച്ചുണ്ടാവണം. അപ്പൊ നമ്മൾ ഒരുമിച്ചുണ്ടാവുന്ന ആൾക്കാർ കുറച്ച് ദിവസത്തിന് മാറിക്കുമ്പോൾ ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അതൊക്കെ കൂടെ ആയിരിക്കും സംസാരത്തിന് അങ്ങനെ ഒരു തോന്നൽ തോന്നുന്നുണ്ടോ. ഇനിയിപ്പൊ അങ്ങനെ അല്ലെങ്കിലും നാട്ടുകാരത് ആക്കി ഏത് സംഗതി കൈവിട്ട് പോയി. മഷൂറും ബഷീറും കൂടി സുഹാനെ ഒഴിവാക്കി കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ് ലൈക്ക് കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കും, എസ്പെഷ്യലി ഇവരുടെ ഫാമിലിനെ കുറിച്ച്. പക്ഷെ ഞാൻ കണ്ടതും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഉള്ളൊരു വൈബ് അവരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ഒരു സീനുകളും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സംഗതിയായിട്ടാണ് നമുക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. ഇപ്പോൾ ബഷീറിനോട് സംസാരിക്കുന്നതാണെങ്കിലും അവരുടെ ഫാമിലി കാണുന്നതാണെങ്കിലും ഒക്കെ ഞാൻ വളരെ ചുരുക്കേ അവരുടെ ഫാമിലി ആയിട്ട് കണ്ടിട്ടുള്ളൂ. ബഷീറിനോട് ഞാൻ ബഷീറോട് സംസാരിക്കാറുണ്ട്. അത്ര അതിപ്പോൾ സംസാരിച്ചിട്ട് കുറച്ചായി. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറയുമ്പോൾ എന്താ അറിയുമോ, ഓക്കെ ഇപ്പോൾ ബഷീറുടെ ഒരു വേറൊരു പാട്ട് കൂടി ഉണ്ട്. ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ റീസെൻ്റ്ലി കുറേ പഴയ വീഡിയോസ് ഇല്ലേ, അവരുടെ പേരെന്തായിരുന്നു സ്നേഹ, ഈ ബഷീറുടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ഒരു അയ്യരോ എന്തോ, അവരുടെ പഴയ വീഡിയോസ് ഇന്റർവ്യൂ ഒക്കെ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട്. ഇപ്പൊ ഇവര് ഭയങ്കര ഈസി ആയിട്ട് പോവാണ്. അപ്പൊ അതിനിടയിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോയിൽ വന്ന് ഇവര് കുറച്ച് ഡള്ളായി ഇരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആദ്യ ഭാര്യ ഒഴിവാക്കി ബഷീർ പോയി എന്നൊക്കെ പറയുന്നതിനോട് എനിക്കൊരു തോന്നുന്നില്ല. രണ്ടാമത്തെ ആളെ ഒഴിവാക്കി ഫസ്റ്റ് ഭാര്യനെ കൊണ്ട് ടൂർ പോയി എന്താ പറയാവോ? അല്ല, അപ്പൊ പ്രശ്നമില്ലാന്ന് പറഞ്ഞു. മനസ്സിലായി. ഇപ്പൊ രണ്ടാമത്തെ ഭാര്യയാണ് ഇവിടെ പ്രശ്നക്കാരി. രണ്ടാമത്തെ ഭാര്യനെ ഒഴിവാക്കിയിട്ട് ആദ്യത്തെ ഭാര്യന്റെ ഒപ്പാണ് പോയതെന്നുണ്ടെങ്കിൽ ബഷീർ നീ നല്ലവൻ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. അതായത് പൊതുവേ എങ്ങനെ അറിയോ, അത് സൊസൈറ്റിയിലുള്ള ഒരു കുറച്ച് സീനുകളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് എപ്പോഴും ആ ഒരു വിഷയം അവിടെ കിടക്കുന്നുണ്ട്. അണ്ടിലല്ല ഇവർക്ക് സീനില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല. പിന്നെ ഇപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ എല്ലാവരും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമല്ലല്ലോ. ഒരാൾ 2 ഭാര്യ, അത് ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നു, അവർ ഹാപ്പി. ഇത് അത്ര കോമൺ അല്ല. കോമൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതിൽ എന്തെങ്കിലും സംഭവിക്കും, പ്രശ്നം സംഭവിക്കും. വർഷങ്ങളായിട്ട് ഇനി ഒന്ന് മലയാളി ഓഡിയൻസ് അല്ലേ ഇവരുടെ ഇടയിൽ പ്രശ്നം സംഭവിക്കുമെന്ന് നോക്കി നടക്കുകയാണ്. അതിലൊരു സംഗതി ഉണ്ട് വ്യൂവർഷിപ്പിന്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തെങ്കിലും ചെറുത് കിട്ടിയാലൊക്കെ അവർ തമ്മിൽ എന്തോ ഭീകര പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഫുഡിന്റെ കാര്യം, സുഹാന ഫുഡ് കൂടുതൽ ഓർഡർ ചെയ്താൽ ബഷീർ എന്തിനാ അത് ഇതാക്കണം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവരുടെ ഇടയിൽ ഇല്ലെങ്കിലും വ്യൂവർഷിപ്പ് കൊണ്ടുപോയി ഇട്ട് കൊടുത്ത് കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മേ, ഞാൻ നോക്കുന്ന ഓരോ കണ്ടന്റ് വരുന്ന വഴിയല്ലേ. എന്നിട്ടത് മനോരമ ന്യൂസ് ഏറ്റു പിടിച്ചിരിക്കുക. ഭീകരന്മാരെ ഞങ്ങളെപ്പോലുള്ള ചാനലുകളാണ് ഇതിന് പിന്നെ അരി മേടിക്കാനാണ്. നിങ്ങളും അരി മേടിക്കാനാണ്, പക്ഷെ എന്നാലും നാട്ടിൽ എന്തൊക്കെ നടക്കണില്ലേ ഇതിനിടയിൽ കൂടി. ഇത് മനോരമ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്നതായിരിക്കും. അതെ, കുറച്ച് കാലമായിട്ട് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട്. ഞങ്ങട്ട് ഇറങ്ങി പറ്റത്തറയരുത്, ലോ ലെവലായി പോകരുത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതൊന്നും വലിയ സീനാക്കാൻ ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത്.
ഇനിയിപ്പോ ബാക്കിയല്ലേ എന്തെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ ആൾക്കാർക്ക്, അതാണ് വേണ്ടിട്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പറഞ്ഞോ, കുഴപ്പമില്ല. അവരത് സീനാക്കണമൊന്നുമില്ല, അവരവര് മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട് ഒരു വഴിക്ക്. ബാക്കി നോക്കാം, നമുക്ക് എന്ത് വിഷയം.